ഞാനവിടെ നിന്ന് വണ്ടി നിർത്തുന്നുണ്ടേ. ബൈ, ഇതൊരു എററാണെന്ന് തോന്നുന്നു കേട്ടോ. തന്നെ ഡോർ തുറന്നോ? അതെങ്ങനെ തുറക്കുന്നത്? ലെഫ്റ്റ് ഡോറ് ഓട്ടോമാറ്റിക്കലി തുറന്നു. അതെങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നമ്മൾ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ഒരാളാവും. അമേരിക്കയിലെ ഇൻവെൻറ്ററും പെയിൻറ്ററുമായിരുന്നു സാമുവൽ മോഴ്സ്. സാമുവൽ മോഴ്സിന് ഈ ഒരു ക്രെറ്റയുമായിട്ട് എന്താണ് ബന്ധം? ഇത് ഏതാണ് വണ്ടി? ക്രെറ്റയുടെ എൻലൈൻ നമ്മൾ കണ്ടിട്ട്, പെട്രോൾ ഡീസൽ കണ്ടിട്ട്, ഇതെന്താ വേറൊരു കളർ? ഈ ടീഷർട്ട് കളറും അത് തന്നെയാണല്ലോ. അങ്ങനെ തോന്നണ്ട. എന്തായാലും ഇന്ന് നമ്മുടെ കൂടുതൽ ക്രെറ്റയ്ക്ക് ഒരിത്തിരി പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകതകളും എന്താണ് ആ ഒരു സാമുവൽ മോഴ്സിന് ഈ വണ്ടിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യുണ്ടായുടെ ക്രെറ്റയ്ക്ക് ജനപ്രീതി നേടാനായിട്ട് കുറേയധികം കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഏത് മോഡൽ വേണോ അല്ലെങ്കിൽ ഏത് ഫ്യൂവൽ ടൈപ്പ് വേണോ അത് ക്രെറ്റയ്ക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഹൈബ്രിഡിൻ്റെ കുറവുണ്ട്, പക്ഷേ ഇപ്പോൾ EV കൂടി വന്നപ്പോൾ ആ ഒരു ഭാഗം കൂടെ കറക്റ്റായി എന്നുള്ളതാണ്. പെട്രോളിന് പെട്രോൾ, ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്, ടർബോ, CVT, ഇതിപ്പോൾ അതാ ഇലക്ട്രിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക് കാറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയണം. ഈ വണ്ടി ഒന്ന് ഓടിക്കണം, അതാണ് കാര്യം. ഈ വണ്ടിയുടെ രൂപത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രെറ്റ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇലക്ട്രിക് എന്നുള്ള ആ ഒരു പിന്നിലെ മോണിക്കറും അല്ലാണ്ട് പച്ച നമ്പർ പ്ലേറ്റ് മാറ്റി നിർത്തിയ ഒറ്റ ഓട്ടത്തിൽ കാര്യമായിട്ട് മനസ്സിലാവാൻ വഴിയില്ല. ഈ ഒരു പെയിൻറ്റ് ഷെയ്ഡിൻ്റെ ഒരു ഗുണമുണ്ട്. അങ്ങനെ പറയുമ്പോൾ 10ഓളം പെയിൻറ്റുകളിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്, കളറുകളിൽ. ഇതിനൊരു മാറ്റ് മോഡൽ കൂടി ഉണ്ട്, വേർഷൻ കൂടി ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ കളറിന് എന്നുള്ളതാണ്. മോഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം എനിക്ക് നിങ്ങളോട് ചോദ്യമുണ്ട്. ഹ്യുണ്ടായി ക്രെറ്റ, നിങ്ങൾ ഈ വണ്ടി കാണുന്ന പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയൻ്റ് ഏതാണ്? താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു 2015 വന്നിട്ട് 10 വർഷത്തിനിപ്പുറം 1.1 മില്യൺ ആ ഒരു വണ്ടികൾ വിറ്റ ക്രെറ്റയ്ക്ക് നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാ വിൽപ്പന സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നേട്ടത്തിൽ നിൽക്കുമ്പോൾ അവരൊരു പുതിയ വണ്ടിയുമായിട്ട് വന്നിട്ടാണ്. ഇത് ക്രെറ്റയുടെ EV ആണ്. EV എന്ന് പറയുമ്പോൾ അറിയാലോ, ഇലക്ട്രിക് വെഹിക്കിളാണ്. BEV, ബാറ്ററി ഇലക്ട്രിക് കാർ എന്ന് പറയാം. അപ്പോൾ ക്രെറ്റയുടെ ഈ കാറിന് എന്താണ് പ്രത്യേകത? മഹീന്ദ്ര ഇപ്പോൾ B6 ഇറക്കിയല്ലേ ഉള്ളൂ. B6 ഇറക്കിയിട്ട് ഒക്കെ പോയി B6 ആയി. എന്നാലും ആ ഒരു വണ്ടിയുമായിട്ട് വരുമ്പോൾ അതിനേക്കാൾ എന്താണ് എക്സൈറ്റ്മെൻറ്റ് ഈ വണ്ടിക്ക് കൂടുതൽ? ഇതൊക്കെ തന്നെ പറയാം. നമുക്ക് എന്തായാലും ക്രെറ്റ ഒന്ന് നടന്ന് കാണണം, ക്രെറ്റ EV നടന്ന് കാണണം. നടന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്ത് കയറാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഓടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമുവൽ മോഴ്സാണ് മോഴ്സ് കോഡ് ഇൻവെൻറ്റ് ചെയ്തത്. മോഴ്സ് കോഡ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി തൃശ്ശൂർ ഭാഷയെ പറഞ്ഞാൽ എടോ ഗഡിയായി, അത് ഒരു ഡോട്ടും ഡാഷും വെച്ചുള്ള കളിയാണെന്ന് പറയാം. കുറച്ചുകൂടി വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം എന്താണ് മോഴ്സ് കോഡ് എന്നുള്ളത്. ലിങ്ക് നിങ്ങൾ നോക്കിക്കോളൂ. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ബോഡിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. പകരം ഫ്രണ്ടിലെ ബമ്പറിലാണ് അഴിച്ചുപണികൾ. ഈ ബമ്പറിലെ അഴിച്ചുപണികളെന്ന് പറയുന്നത് തീർത്തും ഇലക്ട്രിക് ആക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇത്തിരി കൗതുകമുള്ള ആ ഒരു മുൻവശം തന്നെയാണെന്ന് പറയാം. പിക്സലേറ്റ് ഡിസൈൻ എന്നാണ് അവരുടെ ഡിസൈൻ വിളിക്കുന്നത്. കാരണം ചെറിയ ചെറിയ കട്ടകൾ പോലുള്ള ഡിസൈൻ ആ ബമ്പറിൽ കാണാം. DRലുണ്ട്, അത് ക്രെറ്റയുടെ പാറ്റേൺ തന്നെയാണ്. മുകളിൽ കൊടുത്തുള്ള ആ ഒരു ഗ്ലാസ് പാനലിൽ ക്യാമറ കാണാം. താഴെ 2 പോർട്ടുകളായിട്ടുള്ള ഹെഡ്ലാമ്പ് ഉണ്ട്. ഈ ഒരു ചാർജിങ് പോർട്ട് കണ്ടോ? ഈ ചാർജിങ് പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ലൈറ്റ് ഉണ്ട്. ആ ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ആവും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. പിന്നെ ആ ഒരു ഇൻഡിക്കേഷൻസ് കാണാനുള്ളതാണ്. താഴെ ആ ഒരു ഫ്ലാപ്പുകളുണ്ട്. ആ ഫ്ലാപ്പുകൾ ഓട്ടത്തിൽ ഓപ്പൺ ആവും. അത് വണ്ടിയുടെ കൂളിങ്ങിന് സഹായിക്കുന്നതാണ് പറയണത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബമ്പറിലെ ഡിസൈനിൻ്റെ മൊത്തത്തിലുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് ആ ഒരു സിൽവർ ഇൻസേർട്ടും ആ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ആ ഒരു ചാർജിങ് പോർട്ടും ആ ഒരു പിക്സൽ ഡിസൈനും ഈ ഒരു ഹെഡ്ലാമ്പിന് താഴെ കാണുന്ന ആ ഒരു എയർ വെൻറ്റും എല്ലാമാണ്. ബോണറ്റിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു ഗ്ലാസും എല്ലാം ക്രെറ്റ തന്നെയാണ്. അവിടെ അഡാസിൻ്റെ ക്യാമറ കാണാം. അഡാസ് ലെവൽ 2 ആണ്. പിന്നെ മുകളിലായിട്ട് വലിയ പനോരമിക് സൺറൂഫുമുണ്ട്. ഷാർക്ക് ഫിൻ ആനോഡ് കാണുന്നുണ്ട്. വശങ്ങളിലെ പ്രകടമായ വ്യത്യാസം വീൽസാണ്. ഇത് 17 ഇഞ്ച് വീൽസാണ്. ഈ ഒരു വീലിൻ്റെ മുകളിൽ എയറോ ഇൻസേർട്ടുകളുണ്ട്. മുന്നിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. പിന്നെ വശങ്ങളിലെ ഷോൾഡർ ലൈനൊക്കെ തന്നെ ക്രെറ്റയുടേതായിട്ട് തുടരുകയാണ്. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ബാക്കിയുള്ള ക്യാമറ കാണാം. ഫോൾഡിംഗ് മിററാണ്. ആ ഒരു റൂഫ് റെയിലുണ്ട്. ഇനി ഏറ്റവും താഴെ ആ ഒരു അലൂമിനിയം ഇൻസേർട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. 200 മില്ലിമീറ്ററാണ് ക്രെറ്റയുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളതാണ് ക്രെറ്റ EVയുടെ. ഈ ഒരു വീൽ ബേസ് നോക്കിയേ, 2610 മില്ലിമീറ്ററോളം വീൽ ബേസും ക്രെറ്റയ്ക്കുണ്ട്. 17 ഇഞ്ചാണെന്ന് പറഞ്ഞു. ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള 215, 60, R17 ടയേഴ്സാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. മക്ഫേഴ്സൺ സെറ്റ് തന്നെയാണ് ആ ഒരു മുൻ സസ്പെൻഷൻ. ബാറ്ററി പാക്ക് താഴെയാണ് എല്ലാ ഇലക്ട്രിക്കിൻ്റെയും പോലെ. ക്രെറ്റയ്ക്ക് പിന്നിലെ പ്രകടമായ വ്യത്യാസം ഈ ഒരു
ഇലക്ട്രിക് എന്നുള്ള ആ ഒരു മോണിക്കറാണ്. ഓക്കെ, ഈ വണ്ടി മനസ്സിലാക്കാൻ ആ ഒരു പച്ച പ്ലേറ്റും ഇലക്ട്രിക്കും മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് പെയിൻറ്റ് ഷെയ്ഡ് മാറ്റി നിർത്തിയാൽ LED ടൈൽ ലാംപ്സ് കാണാം. ആസ് യൂഷ്വൽ ക്രെറ്റയാണ്. സ്പോയിലറുണ്ട്. സ്പോയിലറിൽ ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. റിയർ വൈപ്പറും ഡിഫോറും കാണാം. പിന്നെ മുകളിൽ കണ്ടോ ആ ഒരു ഷാർക്ക് ഫിൻ ആന. താഴേക്ക് നോക്കിയേ, ആ ഒരു പിക്സൽ തീം ഇവിടെ കണ്ടിന്യൂ ആണ്. താഴെ നമുക്ക് ആ ഒരു ബമ്പറിൽ ആ ഒരു റിവേഴ്സ് ലൈറ്റ് ആ ഒരു പിക്സലിൻ്റെ ബാക്കിയൊന്നും കാണാം. ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റാത്ത എന്താ, താഴെ കമൻറ്റ് ചെയ്യണേ. വേണ്ട, ഞാൻ തന്നെ പറയാം. അത് ടെയിൽ പൈപ്പാണ്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. പിന്നെ റിയർ ക്യാമറ കൂടി ഈ വണ്ടിക്കുണ്ട്. ക്രെറ്റ ഇലക്ട്രിക്കിന് അകത്ത് കയറുന്നതിന് മുന്നേ ഈ ഒരു എയറോ ഇൻസൈഡ് ഒന്നുകൂടി കാണിക്കാം. ആ വീലിലെ അത് വീലിൻ്റെ പാട്ടാണ്. ടാറ്റ പോലെ ഊരെടുക്കാൻ പറ്റുന്ന കാര്യമില്ല, ടാറ്റ നെക്സോണൊക്കെ പോലെ. ഓക്കെ, ആ കാണുന്നതാണ് ബാറ്ററി പാക്ക്. താഴെ കണ്ടോ. അപ്പോൾ മോഴ്സ് കോഡ് ഉണ്ട് സ്റ്റിയറിംഗിൽ എന്ന് പറഞ്ഞു. ഡാഷും ഡോട്ടും തമ്മിലുള്ള ആ ഒരു സങ്കരമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ശരിക്കും സ്റ്റിയറിംഗിലുള്ള മോഴ്സ് കോഡ്? ഇത് H എന്നുള്ള ആ ഒരു മോഴ്സ് കോഡാണ് എന്നുള്ളതാണ്. ഈ മോഴ്സ് കോഡും ആ ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ നോക്കി എനിക്ക് കറക്റ്റിൽ ഈ സ്റ്റിയറിംഗ് ഡിസൈൻ തീർത്തും ഇഷ്ടപ്പെട്ടു. ആ ഒരു ബട്ടൺസിനൊക്കെ പ്രീമിയം ഫീൽ ഉണ്ട്. നല്ല സ്റ്റിയറിംഗ് ആണ്. നൈസ് ടു ഹോൾഡാണ്. വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പറയാം. ഈ ഡോർ പാഡ് നോക്കിയേ. ഈ ഡോർ പാഡിൽ വലിയ ആ ഒരു ഇൻസേർട്ട് ഉണ്ട്, വൈറ്റ് ഇൻസേർട്ട് ഉണ്ട്. താഴെ സ്പീക്കർ ഉണ്ട്. 8 സ്പീക്കർ സിസ്റ്റമാണ് ബോസിൻ്റെ. ആ ഒരു സ്പീക്കർ അവിടെ കാണാം. പിന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, വലിയ ബോട്ടിൽ ഹോൾഡറാണ്. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ട്യൂട്ടറും കാണാം. ഇവിടെ സിൽവർ ഇൻസേർട്ടുള്ള ആ ഒരു ഹാൻഡിലും കൂടാതെ ആ ഒരു മെമ്മറി ഫങ്ഷൻസും പവർ വിൻഡോ സ്വിച്ചുകളും കാണുന്നുണ്ട്. ക്രെറ്റയുടെ തനതായ ഡാഷ്ബോർഡ് ഡിസൈനാണ്. ആ ഒരു വിൻഡോ തുടങ്ങിയിട്ട് ഇതിലൂടെ പോയിട്ട് വലിയ 10.2 ഇഞ്ച് 2 സ്ക്രീനുകളടക്കം ആ ഒരു കർവേച്ചർ സ്ക്രീൻ കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു ഒട്ടിച്ച് വെക്കാനുള്ള ആ ഒരു മാഗ്നറ്റ് പാഡ് കഴിഞ്ഞിട്ട് ഈ ഡോർ പാഡിലേക്ക് നീങ്ങുന്ന വിധത്തിലുള്ള ആ ഒരു ഡിസൈൻ തീർത്തും ഭംഗിയുണ്ട് എന്നുള്ളതാണ്. സീറ്റിൻ്റെ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർത്തും നല്ല സീറ്റാണ്. അത് മാത്രമല്ല 8 വേ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇലക്ട്രിക് സീറ്റുകളാണ് ഡ്രൈവർക്കും പാസഞ്ചറിനും. വലിയ പെഡലുകളാണ്. കൂടാതെ ഡെഡ് പെഡൽ കൂടി കാണാമെന്നുള്ളതാണ്. ഹിൽ ഡിസൈൻ കൺട്രോൾ, EV സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, പാർക്കിംഗ് സെൻസർ, ആ ഒരു ഹെഡ് ലാമ്പ് ലെവർ എല്ലാം സ്റ്റിയറിംഗിൻ്റെ വലതുവശത്താണ്. ആ ഒരു AC കൺട്രോൾസ് കണ്ടോ, അല്ലെങ്കിൽ AC വെൻറ്റിൻ്റെ കൺട്രോൾസ് കണ്ടോ, ആ ഒരു ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇതാണ് ആ ഒരു പാഡിൻ്റെ ക്ലോസപ്പ് എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് ആണെന്ന് കരുതി ഞാൻ ഗിയർ ഇട്ടു, അല്ലെങ്കിൽ ഗിയർ ആണെന്ന് കരുതി ഹെഡ് ലാമ്പ് ഇട്ടെന്നുള്ള കംപ്ലയിൻറ്റ് കേൾക്കേണ്ടി വരുമോ? ഇല്ല. ആ ഒരു താഴെയായിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഈ ഷിഫ്റ്റർ മുന്നോട്ട് ആ ഒരു ഡ്രൈവും ബാക്കിലോട്ട് റിവേഴ്സുമാണ്. തീർത്തും സോളിഡ് ആയിട്ടുള്ള പ്രീമിയം ഫീലുള്ള ഒരു സംഗതിയാണിത്. ഇനി സ്റ്റിയറിങ്ങിന് ടിൽറ്റും അല്ലെങ്കിൽ ടെലിസ്കോപ്പിക്കും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡാഷ്ബോർഡിലെ ഈ ഒരു ഇൻസെർട്ട് എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ഒരു സ്പീക്കർ പ്ലേസ്മെൻറ്റ് നല്ലതാണ്. ഈ ഒരു സ്ക്രീനിന് അതിൻ്റെതായിട്ട് കൗതുകമുണ്ട്. പക്ഷേ ഈ AC പാനൽ മാത്രം കുറച്ച് പഴക്കം തോന്നിച്ചു. ഒരു ഇത്തിരി ജാംബോൻ്റെ കാലത്തെ AC പാനൽ പോലുണ്ട്. കാരണം ഈ ഒരു സംഗതി മാറ്റാമായിരുന്നു. ബാക്കിയെല്ലാം പുതിയതല്ലേ വണ്ടിക്കകത്ത്. ഇവിടെ ബട്ടൺസിൻ്റെ ഒരു ടോഗിൾ ഫംഗ്ഷനൊക്കെ കാണാം. ടെമ്പറേച്ചറാണ്. ഡ്രൈവർ ഓൺലി മാത്രം വെച്ചേക്കാം. ഞാൻ മാത്രം കാറ്റുണ്ടാൽ മതി, വേറെ ആരും കൊള്ളണ്ട. ഡ്യുവൽ സോൺ AC ആണ്. കൃത്യമായിട്ടുള്ള വ്യത്യാസം പറയുന്നത് ടച്ചാണ് എന്നുള്ളതാണ്. ടച്ച് കൺട്രോൾസ് ആണ്. താഴെ നോക്കിയേ, ആ ഒരു വലിയ സ്റ്റോറേജ് സ്പേസിൽ വയർലെസ് ചാർജിങ്ങും ആ ഒരു 12 വോൾട്ട് സോക്കറ്റും പോർട്ടുകളും കാണാം. തീർത്തും കൊള്ളാം. നല്ല ഒരു ഗ്രിപ്പി ആയിട്ടുള്ള പാഡാണ്. പിന്നെ താഴെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കൺസോളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസിൽ വണ്ടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ക്രെറ്റ ഇലക്ട്രിക് എന്ന് പറയാം. കപ്പ് ഹോൾഡർ വലുതാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡ് ബട്ടൺ കാണാം. സ്പോർട്ട്, ഈക്കോ, നോർമൽ. ഇത് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കാണ്. ഇത് ഓട്ടോ ഹോൾഡാണ്. ഇത് ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ഓപ്പണിംഗ് ആണ്. ഈ 2 സ്വിച്ചുകൾ കണ്ടോ, ഇത് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളാണ്. എനിക്ക് തോന്നുന്നു കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലുപ്പം കൂടിയ സ്വിച്ചുകളെന്ന്, അല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളെന്ന് ഈ സ്വിച്ചിനെ പറയാം. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ സീറ്റ് നോക്കിയേ. ആ ഒരു 2 കളർ ഡിസൈൻ കൊള്ളാമല്ലേ? മാത്രമല്ല ആ ഒരു ഇലക്ട്രിക് ഗ്രീൻ ലൈനിൽ അകത്ത് ക്രെറ്റ എന്ന് എഴുതിയതും തീർത്തും ഭംഗിയുണ്ട്. തൈസപ്പോടെ കൊള്ളാം. വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള സീറ്റാണ്. കൂടാതെ ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കൺസോൾ കണ്ടോ. ഇത് നമ്മൾ അയണിക് ഫയലുണ്ട്. താഴെയും മുകളിലും സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ ആംബിയൻ ലൈറ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് കുത്തുകളുണ്ട്. ആ ഒരു കുത്തുകളെന്ന് പറയുന്നത് ഗ്രിപ്പി ആയിട്ട് വെക്കാനായിട്ട് വല്ല മൊബൈലൊക്കെ വെക്കാം. താഴെ നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സ് കാണാം. ഗ്ലോ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു കാര്യം നല്ലതാണ്. ഈ ഒരു അടപ്പെന്ന് പറയുന്നത് ഇത്തിരി ഫ്ലിംസി പോലെ തോന്നിട്ടോ. ഇനി ആംറസ്റ്റ് തുറന്നാലോ. ഇവിടെയും അത്യാവശ്യം ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂളിംഗ് ഫംഗ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു കബി ഹോൾ കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാനുള്ള സ്ഥലം കണ്ടോ. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ അതിപ്രസരമുള്ള വണ്ടിയാണിതെന്ന് നിസ്സംശയം പറയാം. ഈ 10.2 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റും ഈ ക്ലസ്റ്ററും സങ്കരമാണ്. കൂടിച്ചേർന്ന പോലെ. ഇടയിലൊരു കട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ടെക്നിക്കലി മനസ്സിലാവും. ഇവിടെ ആ ഒരു ബ്ലൂ ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുള്ള ലേറ്റർന്ന് കൊടുക്കാം. ആ ഒരു UA ഒക്കെ സാധാരണ നമ്മൾ ഹുണ്ടായിൽ കാണുന്നത് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഫോൺ പ്രൊജക്ഷനിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതും നമുക്ക് ആ ഒരു കേബിളാട്ടോ, അപ്രൂവ്ഡ് USB കേബിൾ തന്നെ വേണം. ആ ഒരു വയർലെസ് ഇല്ല എന്നുള്ളത് തന്നെ പറയാം.
വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഇല്ലാത്തൊരു കുറവ് തന്നെയാണ്. കൊയറ്റ് മോഡ് എന്ന് പറയുന്നത് അറിയാലോ, പാട്ട് കേൾക്കുമ്പോൾ മുന്നിൽ മാത്രം. ഇൻ കാർ പേയ്മെൻറ്റ് ഒരു പുതിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചാർജൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻ കാർ, അതായത് നമ്മുടെ മൊബൈൽ ഒരു ആപ്പ് പോലെ ഇത് വെച്ചിട്ട് നമുക്ക് UPI അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ നല്ല ഗുണമുണ്ട്. നാവിഗേഷൻ ഇൻബിൽറ്റ് ആണ്. EVയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണാം. EV എന്ന് പറഞ്ഞ മോഡിൽ, അതായത് ഐണിക് 5 കണ്ട ആ ഒരു UIയുടെ ബാക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെ കാണാം. BPSL ഇ ഡ്രൈവ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനിലേക്കുള്ള ദൂരം 26.6 കിലോമീറ്ററാണ്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 315 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഞാൻ സ്പോർട്സ് മോഡിൽ പൊളിച്ചാൽ വന്ന് അതിനെക്കുറിച്ച് പിന്നീട് പറയാം. വിഡ്ജറ്റായിട്ട് ക്ലോക്ക് കാണിക്കാം, ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാം, റേഞ്ച് കാണിക്കാം, നിയർ ബൈ സ്റ്റേഷൻസ് കാണിക്കാം, എല്ലാ കാര്യങ്ങളും കാണിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്ക്രീനാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക, മീഡിയ, JioSaavn ആപ്പ്, ബ്ലൂ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ കാണാനുള്ളതാണ്. സെറ്റിങ്സിനകത്ത് പോയല്ലോ, സെറ്റിങ്സിനകത്ത് പോകുമ്പോൾ വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് അഡാസിൻ്റെ ആ ഒരു ലെവൽ 2 കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവാണ്, അത്യാവശ്യം റെസ്പോൺസീവാണ്. ടച്ച് ചെയ്ത് അപ്പം തന്നെ ഓണായി വരുന്നുണ്ട്. ഡ്രൈവിംഗ് കൺവീനിയൻസും ഡ്രൈവിംഗ് സേഫ്റ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഡ്രൈവിംഗ് മോഡിൻ്റെ ഒരു കാര്യം നമുക്ക് ഈ ഒരു വണ്ടിക്കകത്താണ് ഈക്കോ അല്ലെങ്കിൽ ആ ഒരു മോഡുകളുണ്ട്. ഈ ക്ലസ്റ്ററിൽ തീമുകളുണ്ട്. നമുക്ക് ഏത് തീം വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ക്യൂബാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡായിട്ട് ലിങ്ക് ചെയ്യാം. ആ യൂഷ്വൽ കറക്റ്റ് പോലെ തന്നെ. പിന്നെ കണ്ടന്റ് സെലക്ഷൻ ഉണ്ട്. കണ്ടന്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു വൈപ്പർ ലൈറ്റ് ഡിസ്പ്ലേ, ട്രാഫിക് സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. കയറി നോക്കിയാൽ മതി. ഇനി ക്ലൈമറ്റിൽ ആ ഒരു ഓട്ടോമാറ്റിക് വെന്റിലേഷനും ക്ലൈമറ്റ് ഫീച്ചേഴ്സൊക്കെ തന്നെ കാണാം. സീറ്റിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ ഈസി ആക്സസ്, അതായത് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് സീറ്റ് തന്നെ പിന്നോട്ട് പോകുന്നൊരു കാര്യമുണ്ട്. മെമ്മറി സീറ്റുള്ള ആ ഒരു സീറ്റായതുകൊണ്ട് പിന്നീട് ആ ഒരു മെമ്മറിക്ക് വന്നാൽ മതിയല്ലോ. കൂടാതെ ലൈറ്റ്സിനകത്ത് നമുക്ക് ഹെഡ് ലാമ്പ്, ടൈം ഔട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കാണാമെന്നുള്ളതാണ്. ഒരുപാട് പറയാനില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. സൗണ്ട് എന്ന് പറയുന്നത് ബോസിൻ്റെ ആ ഒരു 8 സ്പീഡ് സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് നല്ലതാണ്. ഡൈനാമിക് സ്പീഡ് കോമ്പൻസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നേരെ ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ക്യൂബ് എന്നുള്ള തീമാണ് ഞാൻ വെച്ചിരുന്നത്. 312 റേഞ്ച് കാണിക്കുന്നത്. കോമ്പസ് കാണാം. കൂടാതെ ടയർ പ്രഷർ പോലുള്ള കാര്യങ്ങൾ, മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ, നാവിഗേഷൻ്റെ ആ ഒരു കോൾ ഔട്ട്, അഡാസിൻ്റെ ആ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആഫ്റ്റർ ചാർജിങ് 78 കിലോമീറ്റർ, സിൻസ് റീസെറ്റ് 23.4 കിലോമീറ്റർ, ഐഡിൽ മോഡ് എങ്ങനെയാണ്, ബാറ്ററിയുടെ കാര്യം എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് വിസിബിളായിട്ട് കാണാവുന്നതാണ്. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് ആ ഒരു ക്ലസ്റ്ററിൻ്റെ തീം മാറ്റിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു തീമാക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ക്ലാസിക് A എന്നുള്ള തീമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ക്ലാസിക് ആയി മാറി. ക്ലാസിക് B ഓക്കെ, സാധാ കറക്റ്റ് പോലെ തന്നെ. ഇപ്പോൾ സ്പോർട്സ് മോഡ് ആയതുകൊണ്ടാണ് അത് കാണുന്നത് എന്നുള്ളതാണ്. EV എക്കണോമിക് റീസെറ്റ് കാര്യങ്ങൾ ആഫ്റ്റർ റീചാർജ് കൊടുക്കുന്നത് അത് നമുക്കവിടെ കാണാം. പിന്നെ ഇതിന് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്ററിന് ആ സൈഡിലെ ക്യാമറ ഓണാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡോറ് അടയ്ക്കാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇനി ക്യാമറയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ കേട്ടോ. ആ ഒരു 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വണ്ടിക്കകത്ത് കാണാം. സ്റ്റിയറിംഗിൽ ഇടതുവശത്തെ ബട്ടൺസ് എന്ന് പറയുന്നത് അഡാസിൻ്റെയും ആ ഒരു സ്ക്രീനിൻ്റെയാണ്. വലതുവശത്ത് പറയുന്നത് മോഡ്, വോയിസ് കൺട്രോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കണ്ടോ? ഇനി ഹോണോ. ക്രെറ്റയുടെ പിന്നിലും ജിമ്നിയുമായിട്ടൊരു സാമ്യം ഞാൻ കണ്ടുപിടിച്ചു. വെറുതെ കണ്ടുപിടിച്ചാണേ, അതിനെക്കുറിച്ച് പറയാം. എന്തായാലും ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ആ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ എന്ന് പറയുന്നത് വെറും ട്രേ മാത്രമല്ല, ട്രേ തുറന്നിട്ട് നമ്മൾ ഈ ഒരു ട്രേ പൊക്കി വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു ചെറിയ കപ്പ് ഹോൾഡർ കൂടി ഉണ്ട് എന്നുള്ളതാണ് റിവീൽ ആയത്. കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസിൻ്റെയും കപ്പ് ഹോൾഡറിൻ്റെയൊക്കെ ഏറെക്കുറെ ഇഷ്ടം പോലെ സംഗതികൾ വണ്ടിക്കകത്ത് കാണാം. സ്കൂപ്പ് ചെയ്തിട്ടുള്ള പിൻ സീറ്റാണെന്ന് കാണാം. ആ ഒരു പിന്നിൽ AC വെൻറ്റ് കാണാം, വെൻറ്റുകൾ കാണാം. മാത്രമല്ല താഴെ നോക്കിയാൽ താഴെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസും ആ ഒരു സീ പോർട്ടും ഉണ്ട്. ഇതിൻ്റെ ഫ്ലാറ്റ് ഫ്ലോറാണ്. ഒബ്വിയസ്ലി നോ ട്രാൻസ്മിഷൻ ടണൽ എന്നുള്ളതാണ്. ഇനി ക്രെറ്റ ഇലക്ട്രിക്കിന് ബോസ് മോഡും ഉണ്ട്. എന്താണ് ബോസ് മോഡ്? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സീറ്റ് പിന്നിലിരുന്നുകൊണ്ടാക്കാം. അതായത് പിന്നിലിരുന്ന ആൾക്ക് ലെഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ജിമ്നിയുമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിന് 2 പൊസിഷനുണ്ട്. അതായത് ഒന്ന് താഴേക്കാക്കാം, ഒന്ന് മുകളിലേക്കും വെക്കാം. ഇത് 60 ആണ്, ഇത് 40 ആണ്, സ്പ്ലിറ്റാണ്. അപ്പോൾ 60 എന്നുള്ളത് ആദ്യ റിക്ലൈനിങ്ങിലും ഈ ഒരു 40 എന്നുള്ളത് രണ്ടാമത്തെ റിക്ലൈനിങ്ങിലാണ്. രണ്ടും ഒരേപോലെ ആക്കിയാലോ. കണ്ടോ? ഇവിടെ ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റ് മാത്രമല്ല, അതിനകത്ത് കപ്പ് ഹോൾഡർ ഉണ്ട്. മുകളിൽ നിങ്ങൾക്ക് ആ ഒരു റിയർ സീറ്റ് ബെൽറ്റ് കാണാം. പിന്നെ അത്യാവശ്യം നല്ല ആ ഒരു സീറ്റാണ് എന്നുള്ളതാണ്. ഇരിക്കാൻ സുഖമുള്ള പിൻ സീറ്റാണ് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ. പിൻ ഡോർ പാഡിലും ആ ഒരു വൈറ്റ് ഇൻസേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബീച്ച് കളർ ഇൻസേർട്ട് ഉണ്ട്. സ്പീക്കർ ഉണ്ട്, വലിയ ആ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇനി ഇവിടെ ആ ഒരു കർട്ടൻ കൊടുത്തുണ്ടോ, ശരിക്കും ഈ ഒരു ചൂടത്ത് ആവശ്യമുള്ള കാര്യമാണ്. 433 ലിറ്ററാണ് ഈ ഒരു ക്രെറ്റയുടെ ബൂട്ട്. ഈ ബൂട്ടിൻ്റെ ആ ഒരു ഹാച്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക് അല്ല കേട്ടോ. പക്ഷേ സ്പീക്കർ കാണാം. ഈ ബൂട്ടിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്നുണ്ട്. പാഴ്സൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ചാർജർ കാണാം. ചെറിയ കബി ബോർഡ്സൊക്കെ ഉണ്ട്. ഇനി താഴെയോ ഈ ലൂപ്പ് പിടിച്ച് നമുക്ക് പൊക്കാം. പൊക്കി കഴിയുമ്പോൾ താഴെ നമുക്ക് ആ ഒരു സ്പെയർ വീൽ കാണാം. തീർത്തും ആ ഒരു അലോയ് വീൽ തന്നെയാണ് സ്പെയർ വീൽ എന്ന് തോന്നും, പക്ഷെ അല്ല, അത് സ്റ്റീൽ വീലാണ് എന്ന് കാണാം.
ക്രെറ്റ ഇലക്ട്രിക്കിനുള്ളത് എന്നാൽ ഡീസലിനും പെട്രോളിനും ഇല്ലാത്തത് എന്താണെന്നല്ലേ, അതെന്ന് പറയുന്നത് ഫ്രങ്കാണ്. ഫ്രങ്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ട്രങ്ക് എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ലോക്ക് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു 22 ലിറ്ററോളം ഉള്ള ആ ഒരു സ്പേസ് കാണാം. പുള്ളപ്പ് എന്ന് പറയുന്നത് അത് പൊക്കിയിട്ട് വേണം ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇവിടെ ആ ഒരു ഇത്തിരി ഫ്ലിംസി ആയിട്ട് നമുക്ക് തോന്നുന്നുള്ളതാണ് ഒരു കാര്യം. ഈ ബോണറ്റ് പൊക്കി വെച്ചത് കൊണ്ട് തന്നെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്ന് പറയണം. അതായത് ഇതിനകത്ത് ഏറെക്കുറെ 171 HP പവറും 255 Nm ടോർക്കും ഉള്ളത്. ഇതിന് കുറഞ്ഞ റേഞ്ചുള്ള മോഡലുണ്ട്. ആ മോഡലിന് 135 ആ ഒരു ഹോഴ്സ് പവറാണ്. എനിക്ക് തോന്നുന്നു പണ്ട് ആരോണ്ടോ പറഞ്ഞ പോലെ മാരുതി ഇലക്ട്രിക് ആയി കഴിയുമ്പോൾ ഇന്ത്യ മുഴുവൻ ഇലക്ട്രിക് ആവുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഹുണ്ടായി. അതായത് മാരുതിയെ പോലെ തന്നെ അത്രയും റിലവൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് ഹുണ്ടായി എന്നുള്ളതാണ്. ക്രെറ്റയുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത്രയും വണ്ടികൾ വിറ്റിട്ടുണ്ട്, അത്രയും വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ക്രെറ്റയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ഓടിക്കാനാണെങ്കിൽ ആ ഒരു 1.5 ഡീസൽ വിത്ത് ടോർക്ക് കൺവേർട്ടറാണ്. ഈ രണ്ട് വണ്ടികളും രണ്ട് തരം ഫണ്ണാണ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലും കിട്ടി എന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് സ്പോർട്സ് മോഡലാണ്. ഞാൻ വണ്ടി എടുത്ത് ഓടിക്കുന്നത് മൊത്തം സ്പോർട്സ് മോഡലാണ്. കാരണം നമ്മൾ സാധാരണ വണ്ടിയിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഇലക്ട്രിക്കിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ക്രെറ്റ വെച്ച് സാധ്യമാവുമോ എന്നുള്ളതാണ് എനിക്ക് പരിശോധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു പെട്രോൾ ഡീസൽ വണ്ടിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഇലക്ട്രിക്കിലേക്ക് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടിയായിട്ട് ക്രെറ്റയെ കാണാമെന്നുള്ളതാണ് ഞാൻ ഈ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയെ കൊണ്ടാട്ടോ. ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഡ്രൈവബിലിറ്റി നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഉപ്സ് 0 to 100 എന്ന് പറയുന്നത് 7.9 seconds ആണ്, വിച്ച് ഈസ് ക്യുക്ക്. അതുപോലെ 171 ബ്രേക്ക് ഹോഴ്സ് പവറാണ് ഇതിൻ്റെ ആ ഒരു പവർ ഔട്ട്പുട്ട്. ടോർക്ക് ഇലക്ട്രിക്കിൻ്റേത് ആ ഒരു ഫ്ലാറ്റ് കർവാണ്. ഇനീഷ്യലി എടുത്താൽ അങ്ങോട്ട് ആ അറ്റം വരെ ആ ഒരു ടോർക്ക് നമുക്ക് കിട്ടും. അങ്ങനെ 255 ന്യൂട്രൺ മീറ്ററോളം ടോർക്കും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇതിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ പറയും പോലെ ആ ഒരു ബ്ലേഡ് ബാറ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ബാറ്ററികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് LGയുടെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. ആ ഒരു ബാറ്ററി സെൽസ് ചെന്നൈയിലാണ് ഒരു അസംബിൾ ചെയ്യുന്നത്. ലോക്കലി മേക്ക് ഇൻ ഇന്ത്യ ആ ഒരു അതിൻ്റെ കീഴിൽ അസംബിൾ ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ഈ ഒരു വണ്ടിയുടെ ബാറ്ററി എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഓടിക്കുന്ന ഈ ഒരു വണ്ടിക്ക് 51.4 kWh ബാറ്ററി. ഇതിന് ആ ഒരു റേഞ്ച് കുറഞ്ഞ മോഡലുണ്ട്. ആ ഒരു മോഡലിന് 42 kWh ബാറ്ററി. 42 kWh ആ ഒരു കണക്ക് ചിലപ്പോൾ അങ്ങോട്ടും മാറാൻ താഴെ കാണിക്കാം. അതിന് പവർ കുറച്ച് കുറവാണ്, 135 ആ ഒരു ഹോഴ്സ് പവറാണ്. ഇത് റേഞ്ചും കൂടി പറയണം. റേഞ്ച് എന്ന് പറയുമ്പോൾ 473 കിലോമീറ്ററോളം റേഞ്ചാണ്. AR സർട്ടിഫൈഡ് റേഞ്ചാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് ഒരിക്കലും ആ ഒരു C75 അല്ല. എന്നാലും ഞാൻ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 293 ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഞാൻ എടുക്കുമ്പോൾ സ്പോർട്സ് മോഡിൽ എടുക്കുമ്പോൾ 435 കിലോമീറ്ററാണ് കാണിച്ചത്. അത് ഈക്കോ മോഡിലാണ് ഈ പറഞ്ഞത് 473. അപ്പോൾ വ്യത്യാസങ്ങൾ വരും മോഡ് മാറുമ്പോൾ. അങ്ങനെ ഞാൻ ഓടിച്ച് വന്നിട്ട് ആ ഒരു സിൻസ് ലാസ്റ്റ് റീസെറ്റ് മാറ്റിയിട്ട് ഞാൻ ആ ഒരു എന്താ പറയുക, നമ്മൾ ഓടിച്ച് തുടങ്ങിയ ആ ഒരു സമയം മുതലാക്കട്ടെ കേട്ടോ. ഇൻഡിക്കോ ഓക്കെ. 87 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. ഏറെക്കുറെ 294 കിലോമീറ്റർ ഇപ്പോൾ റേഞ്ചായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പോർട്സ് മോഡിൽ കാല് കൊടുത്ത് പിടച്ച് ഓടിച്ചിട്ട് 87 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഏറെക്കുറെ ആ ഒരു 100 കിലോമീറ്റർ പോകാനുള്ള താഴെയുള്ള ആ ഒരു റേഞ്ചേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിന് റിയൽ ലൈഫിൽ റേഞ്ച് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റേഞ്ചുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ എന്ന് നിസ്സംശയം പറയാം. അങ്ങനെ റേഞ്ചിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് കാറുകളുടെ ഏറ്റവും വലിയ പതറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഓടിക്കുന്നത് ആ ഒരു ലൈറ്റ് ഫൂട്ടായിട്ട് ഭയങ്കരമായിട്ട് കൺസർവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഫ്യൂവൽ ഇങ്ങനെ കൺസർവ് ചെയ്ത് ഓടിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ കാറ് പോലെ ഓടിക്കാം എന്നുള്ളതാണ്. ഞാനവിടെ നിന്ന് വണ്ടി നിർത്തുന്നുണ്ടേ. ഇതൊരു എററാണെന്ന് തോന്നുന്നു കേട്ടോ. തന്നെ ഡോർ തുറന്നോ? അതെങ്ങനെ തുറക്കുന്നത്? ലെഫ്റ്റ് ഡോറ് ഓട്ടോമാറ്റിക്കലി തുറന്നു. അതെങ്ങനെ? അടോണോ? എനിവേ ഞാൻ എന്തായാലും കയറി ട്രാക്ഷനുള്ള ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് കാല് കൊടുത്തെടുക്കാം കേട്ടോ വെറുതെ. അതായത് ഇതിൻ്റെ ഒരു പവറാണ്ടേ.
0 to 100 എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എത്തുന്നു മാത്രമല്ല, ചവിട്ടിയാൽ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു പവർ കൂടി വേണ്ട ഗുണമായിട്ട് കാണണം. മികച്ച ബ്രേക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് പാഡ് ഷിഫ്റ്റേഴ്സ് വെച്ച് നമുക്ക് ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലെവൽ 0 ആണ്, ഞാൻ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ലെവൽ 4 എന്ന് പറയുമ്പോൾ മാക്സിമം ആണ്. അപ്പോൾ നമുക്ക് ഐ പെഡൽ ഓൺ കാണാം. ഐ പെഡൽ ഓൺ എന്ന് പറയുമ്പോൾ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഈ വണ്ടി കൊണ്ട് സാധ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് ഇലക്ട്രിക് കാറുകൾ പറഞ്ഞിട്ട് പുതിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവരുടെ അയണിക് 5 ആണെങ്കിലും അതല്ല ഇവരുടെ ആ ഒരു പഴയ കൊനയായിരുന്നെങ്കിലും എല്ലാം കൗതുകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ലോക്കലി അസംബിൾഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലോക്കലി അസംബിൾ ചെയ്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ഫാക്ടർ ചെയ്യുക പ്രൈസിലാണ്. എന്തായാലും ഹുണ്ടായുടെ കറക്റ്റായിട്ട് പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രൈസ് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു ലോങ് ടൈം റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ പ്രൈസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റ് അടിക്കുക ഓണാക്കി ഈ ഒരു സ്വിച്ചിൻ്റെ സെലക്ഷൻ കാരണം. അത് ആ ഒരു സ്വിച്ച് എന്ന് പറയുന്ന താഴെയാണ്, ഞാൻ നേരത്തെ കാണിച്ചത്, വീണ്ടും പറയുന്നില്ല. അയണിക് 5 പോലെ തന്നെ അതൊക്കെ ശരിക്കും ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ 2-3 ഇഷ്യൂസ് ഞാൻ കണ്ടത്, ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, 2-3 ഒരു കാര്യങ്ങൾ ഞാൻ കണ്ടതെന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റിയറിങ് ഒരിത്തിരി ലൈറ്റ്നെസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡിൽ കൂടുമ്പോഴും ആ ലൈറ്റ് മാറിയിട്ടൊന്ന് സ്റ്റിഫ് ആവണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റ് ആവാത്തൊരു പ്രശ്നം സ്റ്റിയറിങ്ങിന് കണ്ടു. അപ്പോൾ പഴയ ഹുണ്ടായുടെ ആ ഒരു പോലെയല്ല, പുതിയ ഹുണ്ടായ പോലെ തന്നെയാണ്, എന്നാലും ഒരു ഇത്തിരി കൂടി ലൈറ്റാണ് സ്റ്റിയറിംഗ് എന്നുള്ള എനിക്ക് തോന്നി. പിന്നെ മികച്ച സസ്പെൻഷനാണ്, നല്ല റൈഡാണ്. അതായത് സ്റ്റിഫാണെങ്കിൽ സ്റ്റിഫാണ്, അതല്ല സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റാണ്. ആ ഒരു മൈൻഡാണ് ഇതിൻ്റെ റൈഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹമ്പൊക്കെ എടുത്ത് കിടന്ന് നമുക്ക് തോന്നും സ്റ്റിഫാണെന്ന്, റോട്ടിൽ ആ ഒരു കുന്തലിപ്പ് കാണിച്ച് ഓടിക്കുമ്പോൾ തോന്നും സോഫ്റ്റ് ആണെന്ന്. അതായത് ആ ഒരു സസ്പെൻഷൻ സെറ്റിങ്സ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്, വിച്ച് ഈസ് ഗുഡ്. അത് ഈ വണ്ടിയെ നന്നായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു റൈഡ് ക്വാളിറ്റി മികച്ചതാണെന്ന് തന്നെ പറയാം. പിന്നെ ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിംഗ് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞെങ്കിലും ഇതിന് ബോഡി റോളൊക്കെ വെൽ കണ്ടെയ്ൻഡ് ആണ്. താഴെയാണല്ലോ ഇതിൻ്റെ ആ ഒരു ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട്. നമുക്ക് അത്യാവശ്യം പോയിന്റ് ആൻഡ് ഷൂട്ടൊക്കെ ചെയ്യാം. 7.9 എന്ന് പറയുമ്പോൾ വണ്ടി ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സൂമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം സോർട്ടഡ് ആണെന്ന് പറയാം. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സർക്കിളൊക്കെ പക്കയാട്ടോ, അത് ക്ലീൻ ആണ് കാര്യങ്ങൾ. അതുമാത്രമല്ല നമുക്ക് മീറ്ററിനകത്ത് എല്ലാം റീഡബിളാണ്, ആ ഒരു യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ഇൻബിൽഡ് നാവിഗേഷൻ നല്ലതാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കുന്ന കാറുകളിൽ നിന്ന് അത് വേണ്ട, എൻ്റെ ഒരു നാവിഗേഷൻ വണ്ടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടിക്ക് കൊണ്ടുപോയി തന്നേക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടു കൊനയുടെ പ്ലാറ്റ്ഫോം ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയല്ല, ഇതിന് ക്രെറ്റയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ബാറ്ററി കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ് ഇവരിതിൽ വരുത്തിയേക്കുന്നത്. LPF ബാറ്ററി, ആ ഒരു LPF ബാറ്ററി എന്ന് പറയുന്നത് ലോക്കലി അസംബിൾ ചെയ്യുന്നു. ലോക്കലി അസംബിൾ ചെയ്തിട്ട് അത് വണ്ടിക്കകത്ത് വയ്ക്കുന്നു. ആ ഒരു പവർ മോട്ടറിലേക്ക് പോകുന്നു. ഫ്രണ്ട് വീൽ ഡ്രൈവാണ് വണ്ടി ഓടുന്നത്. പിന്നെ അഡാസ് ലെവൽ 2 ആയിട്ടുള്ള സകല കാര്യങ്ങൾ ഈ വണ്ടിക്കുണ്ട്. അത് നല്ലതാണ്, കാരണം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കവേർഡാണ്. 6 എയർ ബാഗുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. ഇതിൽ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ വണ്ടിയായിട്ട് ഇതിനെ കാണാം. പെട്രോൾ ഡീസലിന് ഇലക്ട്രിക്കിലേക്ക് കണ്ടാൽ സാധാ ക്രെറ്റ, പച്ച ബോർഡ് കണ്ടാലോ അല്ലെങ്കിൽ ഇലക്ട്രിക് എന്ന് കണ്ടാലോ ആ ഒരു ക്രെറ്റ മാറിയെന്ന് തോന്നും. പിന്നെ ആ വെൻറ്റുകൾ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഓണാവുന്നുണ്ട്. ഇത് ലിക്വിഡ് കൂൾഡ് ബാറ്ററി തന്നെയാണ്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ചാർജ് ചെയ്യാനായിട്ട് ഏറെക്കുറെ 50 മിനിറ്റിൽ 80% ചാർജ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ റിസീവിങ് കപ്പാസിറ്റി മികച്ചതായിരിക്കും. ആ ഒരു റിസീവിങ് കപ്പാസിറ്റിയുടെ ഗുണം നമ്മൾ അയണിക് 5 കണ്ടതാണ്, അത് ക്രെറ്റയ്ക്കകത്തും കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ BE6 എന്നാ മനസ്സിൽ വരുന്നത്. BE6 വന്ന സ്ഥിതിക്ക് ക്രെറ്റ വന്നപ്പോൾ അതൊരു വൗ ഫാക്ടർ ഉണ്ടാക്കി. ക്രെറ്റയ്ക്ക് എന്താണ് USP, ക്രെറ്റയ്ക്ക് എന്താണ് ആ ഒരു ഇത്ര പുതുമ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ പണ്ട് ഡ്യൂക്കും പൾസറും വന്നപ്പോൾ ഉള്ളൊരു കഥയായിട്ട് കണ്ടാൽ മതി. കാരണം ഡ്യൂക്ക് എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഫങ്കിയാണ്, അതൊരിത്തിരി അഗ്രസീവാണ്, ഒരിത്തിരി അതെന്ന് പറയുന്നത് എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് B6-ൻ്റെ ആ ഒരു കാര്യം. വണ്ടി ക്രെഡൻഷ്യലൊക്കെ കണ്ടിട്ട് ആ ഒരു സ്പെക്കെല്ലാം കേട്ടിട്ട് വണ്ടി മികച്ച വണ്ടിയാണ്. പക്ഷേ അത് എവരി വൺ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ള സംശയമുണ്ട്. എവരി വൺ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ക്രെറ്റ എന്ന് പറയുമ്പോൾ അതർ ഹാൻഡ് ഈ റോഡിലുള്ള വണ്ടിയാണ് ഏറ്റവും നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അവർക്ക് ഒരു EV-യിലേക്ക് മാറാൻ മുമ്പ് വലിയ മാറ്റങ്ങളില്ല, റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് ഇല്ലാണ്ട് EV-യിലേക്ക് ട്രാൻസിഷൻ ചെയ്യാമെന്നുള്ള ഗുണമായിട്ട് ഈ വണ്ടി ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫാക്ടറായിട്ട് ഹുണ്ടായി കണ്ടതും. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഐപാഡല്ല, അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് കാലോടേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുന്നിലും പിന്നിലും ആ ഒരു ഡിസ്ക് ബ്രേക്കാണ്. ടയേഴ്സ് എന്ന് പറയുന്നത് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സാണ്. EV-ക്ക് വേണ്ടി സ്പെഷ്യൽ ടയറാണെന്ന് പറയുന്നു, അതൊക്കെ ഗുണമാണ്. പിന്നെ റീജൻ ഒരു പരിധിവരെ എൻജിൻ ബ്രേക്കിംഗ് പോലെ തന്നെയാണ് ആ ഒരു ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാലെടുക്കുമ്പോഴേ ആ ഒരു ഫ്രണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നൊരു ഫീൽ കേട്ടോ, അതൊക്കെ ഫണ്ണാട്ടോ. ആ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഫൺ ഫാക്ടറും റേഞ്ചും ഒരുപോലെ വേണം, എന്നാലേ നമുക്ക് വണ്ടി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ 91 കിലോമീറ്റർ ചവിട്ടിപ്പൊളിച്ച് ഓടിച്ചിട്ട് വീണ്ടും 300 കിലോമീറ്റർ അടുപ്പിച്ച് റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് റേഞ്ച് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ബാറ്ററിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചാർജിങ് നെറ്റ്വർക്കുകളൊക്കെ ഹുണ്ടായി സെറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, വരട്ടെ. എന്തായാലും ഹുണ്ടായുടെ ഒരു ഹോട്ട് കേക്കായിട്ടുള്ള ക്രെറ്റയ്ക്ക്
ഒരു ഹൈബ്രിഡ് ഇല്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞില്ലേ. അതിപ്പോൾ ഇ വിയിലൂടെ ഒരു നികത്തി, ഇ വി കൂടി വന്നപ്പോൾ എല്ലാ കോറവും തികഞ്ഞു എന്നുള്ളതാണ്, എല്ലാ കാര്യങ്ങളും കവേർഡായി എന്നുള്ളതാണ്. സസ്പെൻഷനിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററിയുടെ ആ ഒരു വെയിറ്റ് ആ ഒരു പേരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ മോട്ടറിൻ്റെ മുകളിൽ അവർ ആ ഒരു ഫ്രങ്ക് വെച്ചത് ക്ലവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ അതിപ്രസരമാണ് ഈ വണ്ടിക്കകത്ത്, ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസാണ്. ഇപ്പോൾ അഡാസ് മാത്രമല്ല, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഇൻഫോർടൈൻമെൻറ്റിൽ നിന്ന് തന്നെ പേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. വണ്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പണ്ട് ജെറമി ക്ലാർക്സൺ പറഞ്ഞത് എനിക്ക് എന്താ പറയുക, ആ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഷേവർ പോലെയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നമ്മൾ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ഒരാളാവും. നമ്മൾ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ആളല്ല. നമ്മൾ പുതുമകൾക്ക് എന്താ പറയുക, ആ ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ്, പുതുമകൾ വേണം എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഉള്ളൊരു മൈൻഡ് കൂടി ഇലക്ട്രിക് കാറിലുണ്ട്. അപ്പോൾ ക്രെറ്റ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരന് ഒരു ഇ വിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള പ്രൈസ് ഒന്നും അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഒരു സാധാ കാർ ഓടിക്കുന്നവന് ഇ വിയിലേക്ക് എത്താൻ പറ്റിയ വണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ മോഡിൽ ഓടിക്കുമ്പോൾ സാധാരണ ഒരു ലേഷറായിട്ട് ഓടുന്ന ഒരു CV സ്വഭാവം, എന്നാൽ കാല് കൊടുത്താൽ ആ ലിഫ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു പെട്രോൾ കാറിൻ്റെ സ്വഭാവം. എനിക്കിതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ആ ഒരു ബിഹേവിയർ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാവുന്ന ഗുണമുള്ള വണ്ടിയാണ് ക്രെറ്റ എന്ന് പറയാം. ആ ഒരു കാര്യമാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അതല്ലെങ്കിൽ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. സോ നിങ്ങളെന്താണ് നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കമൻറ്റ് ചെയ്യണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇത് 2025 ആണ്. ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടത് ആ ഒരു ഇന്നോവേഷനാണ് വേണ്ടത്, ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കാലം കൊടുക്കാം. അടുത്ത വീണ്ടും വരാം. അതൊരു നന്ദി, നമസ്കാരം.